വെള്ളായണി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ, വളങ്ങൾ, തരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് വിത്തുകളൊക്കെ നമുക്കിവിടെ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആണ്. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഓഫീസ് ടൈമിൽ വന്നാൽ ഇവിടുന്ന് എല്ലാം തന്നെ കളക്ട് ചെയ്ത് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് വേറെ എന്തൊക്കെ കിട്ടുന്നതെന്ന് നോക്കാം. തിരുവനന്തപുരം വെള്ളായണിയിലെ കാർഷിക കോളേജ് 1955 മെയ് മാസത്തിൽ സ്ഥാപിതമായി. ബിരുദാനന്തര വിദ്യാഭ്യാസ കേന്ദ്രമായി ഇന്നും തുടരുന്നു. തിരുവിതാംകൂർ സംസ്ഥാനത്തെ രാജകുടുംബത്തിന്റെ കൊട്ടാരത്തിലാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ കാർഷിക സ്ഥാപനവുമായി തുല്യത അവകാശപ്പെടാൻ കോളേജ് വേണ്ടത്ര ശക്തി പ്രാപിച്ചു. 1962 MSCയും 1965 PhD ബിരുദങ്ങളിലേക്കുള്ള ബിരുദാനന്തര പ്രോഗ്രാമുകളും ആരംഭിച്ചു. കൃഷിഭവനുകളിലും സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വിപുലമായ ഫീൽഡ് പരിശീലനം നൽകുക വഴി അവർക്ക് പ്രായോഗിക കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനും ഭാവിയിലെ അവരുടെ പ്രൊഫഷണൽ ഫീൽഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യുവാനും വേണ്ട എല്ലാ പരിശീലനവും നമ്മുടെ കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. കാർഷിക സാമ്പത്തിക ശാസ്ത്രം, കാർഷിക എഞ്ചിനീയറിംഗ്, കൃഷി വിപുലീകരണം, കാർഷിക കാലാവസ്ഥാ നിരീക്ഷണം, പുഷ്പകൃഷി തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഇവിടെ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. ഞാനിവിടെ വെള്ളായണിയിൽ വന്നിട്ട് ഈ ചെടിക്ക് ആവശ്യമുള്ള ട്രൈക്കോഡർമയും ബുവേറിയയും ഇതൊക്കെ വാങ്ങിച്ചു. അതിവിടെ RARSലാണ് കിട്ടുന്നത്, അല്ലാതെ നമുക്കത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കിട്ടത്തില്ല. അത് വന്ന് നമ്മൾ അതിനകത്ത് തിരിച്ച് വന്ന് ബില്ല് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ മൈക്രോബയോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ നിന്ന് വേണം ഇത് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ശിവതയ്ക്ക് സർപ്രൈസായിട്ട് കൊണ്ടുപോവാം. കൃഷിയൊക്കെ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ വളം വെക്കുന്നതും വിത്തുകൾ വിൽക്കുന്നതും പ്രത്യേകം സെക്ഷനിലായിട്ടാണ്. അപ്പോൾ വിത്തുകളിൽ 4 ഇനത്തിൽപ്പെട്ട മുളക്, വെണ്ട, കുറ്റിപ്പയർ തുടങ്ങിയ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള വിത്തുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഉണ്ട്. നമ്മൾ വിത്തും വളമെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. കിങ്ങിനിയുടെ ഈ വിശേഷമൊന്നും പറഞ്ഞിട്ടില്ല, ചെന്നിട്ടൊന്നും പറയാം. എക്സാമിന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.